കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തു നമ്മെ സന്ദർശിക്കാൻ കടന്നു വരുന്നു. അനുഗ്രഹിക്കാനും സൗഖ്യപ്പെടുത്താനും പ്രാർത്ഥനകൾ സ്വീകരിക്കാനും നമ്മെ സ്വന്തമാക്കാനും ഈശോ കടന്നു വരുന്ന നിമിഷങ്ങളാണ്. ആദരവോടെ ഗാനം ആലപിച്ച് ഈശോയെ നമുക്ക് സ്വീകരിക്കാം. ലോകത്തിൻ പാപം നീക്കിടുന്ന ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങൾക്കു വേണ്ടി രക്തം വിയർത്ത ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങൾക്കു വേണ്ടി പരീക്ഷിക്കപ്പെട്ട ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളിൽ കനിയണമേ. ഞങ്ങൾക്കു വേണ്ടി ഒറ്റിക്കൊടുക്കപ്പെട്ട ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ യേശു ശിരസ് നമിച്ച് വലിയ ആദരവോടെ ഹല്ലേലൂ 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 ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂ ഹല്ലേലൂയാ. ഹല്ലേലൂ 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 ഹല്ലേലൂയാ. ആരാധിക്കാം ഈശോയെ. ഹല്ലേലൂ ഹല്ലേലൂയാ. ഞങ്ങൾക്കു വേണ്ടി കണ്ണുകൾ തുറന്ന് അടികളെ ഈശോയെ കണ്ടുകൊണ്ട് ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ ഞങ്ങൾക്കു വേണ്ടി മുൾമുടിയേറ്റ ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ ഞങ്ങൾക്കു വേണ്ടി മുൾമുടിയേറ്റ ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ ഞങ്ങൾക്കു വേണ്ടി നിന്ദകളേറ്റ ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ആരാധന പാടാം, ആരാധന പാടാം, ആരാധന പാടാം, കണ്ടുകൊണ്ട് ആരാധന പാടിടാം. ആരാധിക്കാം ഈശോയെ. ദൈവത്തിൻ കുഞ്ഞാടിനെ, ദൈവത്തിൻ കുഞ്ഞാട് യേശു ആരാധന പാടാം, ആരാധന പാടാം, ദൈവത്തിന്റെ കുഞ്ഞാട് ആരാധന പാടിടാം. ദൈവത്തിൻ കുഞ്ഞാടിനെ, ഞങ്ങൾക്കു വേണ്ടി കുരിശു ചുമന്ന ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങൾക്കു വേണ്ടി ദാഹിച്ചു വലഞ്ഞ ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. കരങ്ങൾ രണ്ടും ഉയർത്തി ജീവനോടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. സ്വരം ഉയർത്തി ആരാധിക്കാം. സർവശക്തിയോടെ ആരാധിക്കാം. ജീവന്റെ മേൽ അധികാരമുള്ളവൻ, ജീവൻ നൽകിയ കർത്താവ്, നമുക്ക് വേണ്ടി വധിക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ നമ്മോട് വസിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മോടൊപ്പം വസിക്കുന്നു. അറക്കപ്പെട്ട കുഞ്ഞാട് ക്രിസ്തു, ജീവൻ നൽകുന്നവൻ, ജീവന്റെ മേൽ അധികാരമുള്ളവൻ. ഞങ്ങൾക്കു വേണ്ടി ഉയർത്തിടുന്നേറ്റ ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. കണ്ണുകൾ തുറന്ന് നമുക്ക് ഈശോയെ കാണാം. ഉണ്ണിയായ യേശുവിനെ ആദരവോടെ ശിമോൻ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അവിടുത്തെ ദാസനെ ഇനി സമാധാനത്തിൽ പറഞ്ഞയക്കണമേ. എന്തെന്നാൽ സകല ജനത്തിനു വേണ്ടിയും അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. സർവ്വജനത്തിനു വേണ്ടിയും അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. സർവ്വജനത്തിനു വേണ്ടിയും ദൈവമൊരുക്കിയ, സ്വർഗമൊരുക്കിയ രക്ഷ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കണ്ണുകൾ തുറന്ന് നമുക്ക് ഈശോയെ കാണാം. അവിടുന്ന് സകല ജനത്തിനു വേണ്ടിയും ദൈവം ഒരുക്കിയ രക്ഷയാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവം, സകല ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കിയ ക്രിസ്തു നമ്മോടൊപ്പം വസിക്കുന്നു, നമ്മുടെ മുമ്പിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നു. കണ്ണുകൾ തുറന്ന് സർവ്വജനത്തിനു വേണ്ടിയും ദൈവം ഒരുക്കിയ രക്ഷയെ, ഏക രക്ഷകനായ ക്രിസ്തുവിനെ കണ്ണുകൾ തുറന്ന് നമുക്ക് കാണാം. കരങ്ങൾ രണ്ടും യേശുവിനെ നേരെ നമുക്ക് നീട്ടിപ്പിടിക്കാം. കരങ്ങൾ രണ്ടും നീട്ടി ഈശോയെ കണ്ടുകൊണ്ട് എല്ലാം മറന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വലിയ പ്രാർത്ഥനയോടെ, വലിയ സന്തോഷത്തോടെ, വലിയ വിശ്വാസത്തോടെ, വലിയ പ്രതീക്ഷയോടെ എല്ലാം മറന്ന് വിളിക്കുക, യേശുവേ, എന്റെ യേശുവേ, എന്റെ കർത്താവേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ. ഈശോ, 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 നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്, നമ്മുടെ യേശു നമ്മോട് വസിക്കുന്നു. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. യേശുവേ, 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 എൻ്റെ യേശുവേ, 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 എൻ്റെ യേശുവേ, 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 എൻ്റെ യേശുവേ, 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 എൻ്റെ യേശുവേ, 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 എൻ്റെ യേശുവേ, യേശുവേ രക്ഷക, യേശുവേ രക്ഷക, യേശുവേ രക്ഷക, എൻ്റെ രക്ഷക, 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 യേശുവേ ജീവനെ, യേശുവേ ജീവനെ, യേശുവേ ജീവനെ, എൻ്റെ ജീവനെ, 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 യേശുവേ സൗഖ്യമേ, യേശുവേ സൗഖ്യമേ, യേശുവേ സൗഖ്യമേ, എൻ്റെ സൗഖ്യമേ, യേശുവേ സൗഖ്യമേ, യേശുവേ
യേശുവേ സൗഖ്യമേ, യേശുവേ സൗഖ്യമേ, യേശുവേ സൗഖ്യമേ, എന്റെ സൗഖ്യമേ, യേശുവേ സൗഖ്യമേ, യേശുവേ സൗഖ്യമേ, യേശുവേ സൗഖ്യമേ, എന്റെ സൗഖ്യമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 എന്റെ യേശുവേ, യേശുവേ 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 എന്റെ യേശുവേ. ആദരവോടെ ഈശോയുടെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാം. ഒരിക്കൽ യേശു നായിൻ എന്ന ഒരു ചെറു പട്ടണത്തിലൂടെ പോവുകയാണ്. അപ്പോൾ കർത്താവ് കാണുന്നു ഒരു വലിയ ജനക്കൂട്ടം, ഒരു ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ളൊരു വിലാപയാത്ര. അന്വേഷിച്ചപ്പോൾ ഒരു വിധവയായ സ്ത്രീ, വിധവയായ കാരണം ജീവിത പങ്കാളി മരിച്ചുപോയി. ഏക ആശ്രയം ഒരേ ഒരു മകൻ മരിച്ചു. ആ വിലാപയാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീ ചങ്കത്തടിച്ച് നിലവിളിച്ച് കരയുന്നു. അനേകർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അനേകർ പറഞ്ഞു സാരമില്ല, കരയരുത്. പക്ഷേ അവളുടെ കണ്ണുനീരിനെ ശമിപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല. പരിചയമുള്ളവരെല്ലാം വന്നു അവളെ ആശ്വസിപ്പിച്ചു. കാരണം എന്താ? അവളുടെ ഏകപുത്രൻ നഷ്ടപ്പെട്ടു. മുമ്പിൽ പ്രതീക്ഷയില്ല, ആശ്രയമില്ല, മറ്റൊന്നുമില്ല. വേദനിച്ച് കരയുന്നവൾ ആ കരച്ചിൽ കണ്ട് മനസ്സറിഞ്ഞ യേശു അവളുടെ അടുത്തേക്ക് ചെന്ന് യേശു അവളോട് പറഞ്ഞു, നീ കരയണ്ട. യേശു കരയണ്ട എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അവിടുന്ന് ആ കണ്ണുനീരൊപ്പും. ആ കണ്ണുനീരിന് അവിടുന്ന് പരിഹാരം നൽകും. ജീവൻ നൽകിയവൻ ആ ജീവനെ വീണ്ടും തിരിച്ചു നൽകും. യേശു ശവമഞ്ചം വഹിച്ചവരോട് കൽപ്പിച്ചു. അവർ നിന്നു. അവൻ ശവമഞ്ചത്തിൽ നിന്ന് ആ യുവാവിന്റെ കരങ്ങൾ പിടിച്ച് അവനോട് പറഞ്ഞു, യുവാവേ, നീ എഴുന്നേൽക്കുക. അതിനുശേഷം കരങ്ങൾ പിടിച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് ഈ ചെറുപ്പക്കാരനെ അവൻ ഏൽപ്പിക്കുകയാണ്. അവളുടെ കണ്ണുനീരൊപ്പി, അവളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റി. ആർക്കും നൽകാൻ സാധിക്കാത്ത ആനന്ദം കൊണ്ട് നിറച്ചു. അവളോട് കരയേണ്ടതെന്ന് പറഞ്ഞത് ക്രിസ്തുവാണ്. പ്രിയമുള്ളവർ, ഈ രാത്രിയിൽ നിന്റെ ദൈവം നിന്നോടൊപ്പം ഉണ്ട്. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം, നിന്റെ കണ്ണുനീർ കാണുന്ന ദൈവം, നിന്റെ കണ്ണുനീരിന് പരിഹാരം നൽകാൻ കഴിവുള്ള കർത്താവ് നിന്റെ മുമ്പിലുണ്ട്. അതിനാൽ പ്രിയമുള്ളവർ, ഈ രാത്രിയിൽ എല്ലാ ദുഃഖപീഠകളെയും, എല്ലാ നൊമ്പരങ്ങളെയും, എല്ലാ വേദനകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുനീർ എത്രമാത്രം വലുതാണെങ്കിലും, എത്രമാത്രം പഴക്കമുള്ളതാണെങ്കിലും, ആർക്കും ആശ്വസിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിൽ വേദനിക്കുന്നതാണെങ്കിലും, അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ നമുക്ക് വീണ്ടും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി നീട്ടിപ്പിടിക്കാം. ഈശോ നായിലെ വിധവയോട് പറഞ്ഞു, സ്ത്രീയെ, നീ കരയണ്ട. യേശു കണ്ണുനീർ തുടച്ചു. യേശു പരിഹാരം നൽകി. നിലനിൽക്കുന്ന ആനന്ദം നൽകുന്ന പരിഹാരം. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, എന്റെ യേശുവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിലവിളി കേൾക്കണമേ, കാതുകൾ മന്ദീഭവിച്ചില്ലല്ലോ. എൻ്റെ നിലവിളിയുടെ സ്വരം കേൾക്കാൻ, നിലവിളിയുടെ സ്വരം കേൾക്കാൻ.
നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് തന്ന കുടുംബം ദൈവത്തിൻ്റെ കുടുംബമായി നിലനിൽക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്ന കുടുംബത്തിൽ ദൈവം തരാത്തത്, തിന്മ തന്നതെല്ലാം നീങ്ങിപ്പോകാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരങ്ങളിൽ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സമർപ്പിക്കുക. നിരന്തരമായ കുടുംബ കലഹങ്ങളാൽ തകർന്ന മനസ്സുള്ളവര് ആ ദുഃഖം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. വഴിതെറ്റി ജീവിക്കുന്ന മക്കളെ ഓർത്തുള്ള വിലാപങ്ങള് ഇപ്പോൾ ഈശോയുടെ തിരുമുമ്പിൽ നമുക്ക് ചൊരിയാം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചിട്ടും കുടുംബം സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കാതെ ദുഃഖം ഈശോ ഈ രാത്രിയിൽ ഏറ്റെടുക്കട്ടെ. എല്ലാ വഴിതെറ്റി ജീവിക്കുന്ന ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അവൻ ഇപ്പോൾ സ്വീകരിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരണം. ഈ രാത്രിയിൽ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ കുടുംബം നിറയണം. തിന്മയുടെ സാന്നിധ്യങ്ങൾ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകണം. യേശുവിന്റെ തിരുരക്തം നമ്മുടെ കുടുംബങ്ങളിൽ തളിക്കപ്പെടണം. അവന്റെ ആത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപിക്കട്ടെ. യേശു കടന്നു ചെല്ലുന്ന കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. പത്രോസിന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെന്നപ്പോൾ രോഗിയായ പത്രോസിന്റെ അമ്മ സൗഖ്യപ്പെട്ടു. നമ്മുടെ കുടുംബത്തിലെ രോഗികൾ സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവരുടെ വിലാപം ആനന്ദമാക്കി മാറ്റി. ഈശോ സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ സക്കേവൂസിന്റെ ഭവനത്തിന് രക്ഷയുണ്ടായി. ഈ രാത്രിയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക് രാജാവായി കടന്നു വരട്ടെ, രക്ഷകനായി കടന്നു വരട്ടെ, സൗഖ്യദായകനായി കടന്നു വരട്ടെ. കുടുംബ ബന്ധങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. പിശാചിന്റെ പ്രവർത്തനങ്ങൾ നിർവീര്യമാകട്ടെ. കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടി കുടുംബത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാം. എന്റെ ഭവനത്തിലേക്ക് വരണമേ കർത്താവേ, എന്റെ ഭവനത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ, എന്റെ ഭവനത്തിന് നാഥനായി വസിക്കണമേ കർത്താവേ, എന്റെ ഭവനത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ, എന്റെ ഭവനത്തിൽ നിന്ന് വിശ്വാസം ചെയ്യണമേ ഈശോയെ. അങ്ങെന്റെ വീട്ടിൽ വന്ന സങ്കടം സന്തോഷമാകും. അങ്ങെന്റെ വീട്ടിൽ വന്ന സങ്കടം സന്തോഷമാകും. അങ്ങെന്റെ വീട്ടിൽ വന്ന സങ്കടം സന്തോഷമാകും. സന്തോഷമില്ലാത്ത എൻ്റെ കുടുംബത്തിലേക്ക് സന്തോഷമായി ഈശോ ഈ രാത്രിയിൽ കടന്നു വരണമേ. കർത്താവേ, ഞങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടതിൻ്റെ കാരണങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് മാത്രമേ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങാണ് എൻ്റെ കുടുംബത്തിന്റെ രക്ഷകനെന്ന് ഏറ്റുപറയുന്നു. എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്ക് വേണ്ടി അങ്ങേ എന്നെ രക്ഷകനായി സ്വീകരിക്കുന്നു. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല. ഈശോയെ, നീ മാത്രമാകുന്ന കർത്താവ്, നീ മാത്രമാകുന്ന രക്ഷകൻ. എൻ്റെ കുടുംബത്തിന്റെ രക്ഷകനായി നീ വരണമേ. ദൈവമായി നീ വരണമേ. അന്ധകാര ശക്തികളെ ഓടിക്കണമേ. ബന്ധനങ്ങൾ തകർക്കണമേ. രോഗപീഠകൾ അകറ്റണമേ. സാമ്പത്തിക തകർച്ചകൾ അകറ്റണമേ. വഴിമുട്ടലുകൾ നീക്കിക്കളയണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കാതെ വിടരുതേ. ഈശോയെ, അങ്ങെന്റെ വീട്ടിൽ വന്ന എല്ലാരും കൃപയാൽ നിറയും. അങ്ങെന്റെ വീട്ടിൽ വന്ന എല്ലാരും കൃപയാൽ നിറയും. അങ്ങെന്റെ വീട്ടിൽ വന്ന എല്ലാരും കൃപയാൽ നിറയും. നമുക്ക് ശാന്തമായിട്ട് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. ഇതാ സകല ജനത്തിനും വേണ്ടി ദൈവമൊരുക്കിയ രക്ഷ. അതാണ് ക്രിസ്തു.
അവിടുന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പ്രധാനമായും പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുവാൻ വേണ്ടിയാണ്. നമ്മൾ പാപത്തിൽ ജീവിച്ചുകൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർ പാപത്തിൽ ജീവിച്ചുകൊണ്ട് സാമ്പത്തിക പുരോഗതി കിട്ടിയിട്ട് എന്താണ് കാര്യം? പഠിച്ചിട്ട് എന്താണ് കാര്യം? നമ്മുടെ ആത്മാക്കൾ നശിച്ചാൽ, നിത്യമരണത്തിലേക്ക് നമ്മളെല്ലാം കൈവിടപ്പെട്ടാൽ നമ്മുടെ എല്ലാ ഭൗതിക നേട്ടങ്ങളും വ്യർത്ഥമായിത്തീരും. അതുകൊണ്ട് ഈ രാത്രിയിൽ കർത്താവിൻ്റെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായും കടന്നു വരാനായി പാപത്തിൻ്റെ മേഖലകളിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതലിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാപത്തിന്റെ സ്വാധീനങ്ങൾ വിട്ടുപോകണം. നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ ആത്മാവ് പോലും നശിച്ചു പോകരുത്. എല്ലാവരും നിത്യതയിൽ ദൈവത്തോട് ചേർന്നായിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. അതിനാദ്യമായി എൻ്റെ ജീവിതം പാപത്തിൽ നിന്ന് വിടുതൽ നേടിയതായി തീരണം. നമുക്ക് ഈ നിമിഷങ്ങളിൽ ആത്മപരിശോധന നടത്തി നോക്കാം. എവിടെയെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഞാൻ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, ഈ രാത്രിയിൽ ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്ക് അങ്ങയുടെ രക്ഷയുടെ സന്തോഷം തിരിച്ചു തരണമേ. എല്ലാ പാപത്തിന്റെ മേഖലകളും ഞാൻ ഉപേക്ഷിക്കുന്ന കർത്താവേ. പാപത്തിന്റെ സന്തോഷങ്ങൾ എനിക്ക് വേണ്ട കർത്താവേ. എനിക്ക് അങ്ങയുടെ അനുഗ്രഹം മതി, അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി കർത്താവേ. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ചു കളയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെയും ഈ മേഖലയിൽ സമർപ്പിക്കാം. പാപത്തിൽ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ കർത്താവേ, രാത്രിയിൽ അവർക്ക് അനുതാപം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപത്തിന്റെ വഴികളിൽ നിന്ന് പിന്തിരിയാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപശക്തികളിൽ നിന്റെ കുടുംബാംഗങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. കർത്താവേ, എനിക്ക് അങ്ങ് മാത്രം മതി. അങ്ങ് നൽകുന്ന സന്തോഷം മതി. പാപത്തിന്റെ സന്തോഷങ്ങളെല്ലാം ഞാൻ ഈ രാത്രി ഉപേക്ഷിക്കുന്നു. അങ്ങ് മാത്രം മതി. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. കർത്താവേ, നീ തരാത്ത യാതൊരു സന്തോഷങ്ങളും നേട്ടങ്ങളും എനിക്ക് വേണ്ട. എനിക്ക് അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. മറ്റൊന്നും വേണ്ട, മറ്റൊന്നും വേണ്ട, മറ്റൊന്നും വേണ്ട എനിക്ക്. കർത്താവേ, എന്റെ കുടുംബത്തിലേക്ക് ഇന്ന് രക്ഷയായി നീ കടന്നു വരണമേ. രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്റെ കുടുംബാംഗങ്ങളെ നയിക്കണമേ. കർത്താവേ, നീ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് നീ മാത്രം മതി. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ഭാവന കാണാം. കർത്താവേ, അങ്ങയുടെ വിശുദ്ധിയിൽ അവരെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, പുതിയ ജീവിതം, പുതിയ ബന്ധക്കുസ്ത അവർക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപകളാൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വിജയം നൽകുന്ന ദൈവമേ, വിജയം നേടുവാനുള്ള കരുത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, അവരെ അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റണമേ. കർത്താവേ, രാത്രിയിൽ ഞങ്ങളുടെ പരിശുദ്ധമായ കരങ്ങൾ, മുറിവേറ്റ കരങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ അനുഗ്രഹിക്കണമേ. സമൂഹത്തിന് അനുഗ്രഹമായി അവരെ ഉയർത്തണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന് അഭിമാനമായി അവരെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അവരെ ശക്തിപ്പെടുത്തണമേ. പരീക്ഷയെ കുറിച്ചുള്ള എല്ലാ ഉത്കണ്ഠകളും അവരുടെ ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് മാറ്റി കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, അവരുടെ ഭാവിയെ സമർപ്പിച്ചുകൊണ്ട്, വരുന്ന പരീക്ഷകളെ സമർപ്പിച്ചുകൊണ്ട്, എഴുതിയ പരീക്ഷയെ സമർപ്പിച്ചുകൊണ്ട്,
അതിൻ്റെ റിസൾട്ടിനെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളെയും ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ഈശോയേ. നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. വിവാഹ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രവർത്തന മേഖലകളെ അനുഗ്രഹിക്കണമേ. ജോലിയെ അനുഗ്രഹിക്കണമേ. യേശുവേ കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. മക്കളെ ഭാവന കണ്ടുകൊണ്ട് കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. കർത്താവേ, അനുഗ്രഹത്തിന്റെ കെട്ടുകളെ അഴിക്കുവാനായി ഞങ്ങളുടെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. ജീവിക്കുന്ന കർത്താവേ, ആത്മവിശ്വാസവും പ്രത്യാശയും നൽകുവാൻ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. കർത്താവേ, അശുദ്ധി നിറഞ്ഞ തിന്മ നിറഞ്ഞ ലോകത്തിൽ അങ്ങയോട് ചേർന്ന് വിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധമായ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. ഒരു നിമിഷം സൗഖ്യം കിട്ടേണ്ട നമ്മുടെ ആന്തരികമായ ജീവിതത്തിൻ്റെ മേഖലകൾ ഈശോയ്ക്ക് കൊടുക്കാം. പലതരത്തിലുള്ള ഭയത്താൽ വരിഞ്ഞു മുറുക്കപ്പെടുന്ന നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. കർത്താവിൻ്റെ ശക്തി അവിടേക്കെല്ലാം കടന്നു വരട്ടെ. മരണഭയം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അപകടഭയം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. പിശാചിനോടുള്ള പേടി, മന്ത്രവാദത്തോടുള്ള പേടി, രോഗം പിടിപെടുമോ എന്നുള്ള പേടി, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അമിതമായിട്ടുള്ള ലജ്ജ, കാരണമറിയാത്ത അസ്വസ്ഥതകൾ എല്ലാം ഈ രാത്രിയിൽ കർത്താവ് എടുത്തു നീക്കട്ടെ. അവൻ്റെ ശക്തിയുടെ ആത്മാവ് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അവൻ നമ്മളെ വീണ്ടും ആത്മധൈര്യത്തിലേക്ക് അയക്കണം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തിന് ധൈര്യം നൽകണമേ. എന്നെ പേടിപ്പിക്കുന്ന എല്ലാ മേഖലകളിലേക്ക് നീ ഇറങ്ങി വരണമേ. എൻ്റെ കെട്ടുകൾ പൊട്ടിച്ച് കളയണമേ. എൻ്റെ ഹൃദയത്തിന് സ്വാതന്ത്ര്യം നൽകണമേ. എനിക്ക് പ്രത്യാശ നൽകണമേ. ഈശോയെ, ഇപ്പോൾ തന്നെ എന്നെ തൊട്ട് സുഖപ്പെടുത്തണമേ. ഭയത്തിലൂടെ രൂപപ്പെട്ട രോഗങ്ങളെ വിട്ടുകളയണമേ. എല്ലാ രോഗത്തിന്റെ കാരണങ്ങളായ ഭീതിയെ നീ എടുത്തു കളയണമേ. എൻ്റെ ഹൃദയം സൗഖ്യം പ്രാപിക്കട്ടെ. മാനസിക തകരാറുകൾ വിട്ടു പോകട്ടെ. ഹൃദയം സ്നേഹം കൊണ്ട് നിറയട്ടെ. കൃപ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. രക്ഷകനേശുവേ, എന്നിൽ വന്നിടണേ. എൻ മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ നീയകറ്റിടണേ. രക്ഷകനേശുവേ, എന്നിൽ വന്നിടണേ. എൻ മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ നീയകറ്റിടണേ. ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും വ്യക്തിയോട് വാശി പിടിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ആ വാശി കർത്താവിൻ്റെ പാദങ്ങളിൽ ഉപേക്ഷിക്കുക. നമുക്കെന്തെല്ലാം കുറവുകളുണ്ട്. നമ്മുടെ കർത്താവ് നമ്മളോട് വാശി പിടിച്ചാൽ നമുക്കെന്താണ് പ്രത്യാശിക്കാനുള്ളത്? അതുകൊണ്ട് എല്ലാ വാശികളും ഈ രാത്രിയിൽ ഉപേക്ഷിക്കുക.
എല്ലാ ബന്ധങ്ങളിലേക്കും സ്നേഹത്തിൻ്റെ ആത്മാവ് ഒഴുകട്ടെ. എല്ലാ ബന്ധങ്ങളിലും സന്തോഷം ഈ രാത്രിയിൽ രൂപം പ്രാപിക്കട്ടെ. കർത്താവ് അതിലൂടെ മഹത്വപ്പെടട്ടെ നമുക്ക് ആഗ്രഹിക്കാം. കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും നമുക്കിന്ന് അവസാനിപ്പിക്കാം. പകരം കൂടുതൽ സ്നേഹിക്കാനായിട്ടുള്ള ശക്തി തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിക്കാനുള്ള ശക്തിക്കുറവുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിച്ചു പ്രാർത്ഥിക്കുക. ആത്മാവ് വരുമ്പോൾ സ്നേഹിക്കുക എളുപ്പമായി തീരും. ആത്മാവ് കടന്നു വരുമ്പോൾ സഹിക്കുക എളുപ്പമായി തീരും. ആത്മാവ് കടന്നു വരുമ്പോൾ ഉത്കണ്ഠകൾ വിട്ടുപോകും. ആത്മാവ് കടന്നു വരുമ്പോൾ ലജ്ജാശീലം പമ്പ കിടക്കും. ആത്മാവ് കടന്നു വരുമ്പോൾ ബുദ്ധിക്ക് പ്രകാശമുണ്ടാകും. ആത്മാവ് കടന്നു വരുമ്പോൾ വ്യക്തിത്വം പുതുതാക്കപ്പെടും. ജീവിതത്തിൽ പുതിയ സ്വപ്നങ്ങൾ ഉണ്ടാകും. പുതിയ മേഖലകളിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തും. ആത്മാവിന് വേണ്ടി ദാഹിക്കുക. പുതിയൊരു പെന്തക്കുസ്തായിക്ക് വേണ്ടി ദാഹിക്കുക. സ്വർഗത്തിന്റെ ശക്തിക്ക് വേണ്ടി ദാഹിക്കുക. ഓ പരിശുദ്ധാത്മാവേ, എന്നെ ചൂട് പിടിപ്പിക്കണമേ. എന്നെ തീ കത്തിക്കണമേ. സ്വർഗത്തിന്റെ തീ കൊണ്ട് എന്നെ ജ്വലിപ്പിക്കണമേ. ആത്മീയ മന്ദത വിട്ടു പോകട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിലെ മന്ദത വിട്ടു പോകട്ടെ. ഉണർവിന്റെ ആത്മാവ് വ്യാപിക്കട്ടെ. ഉണർവ് വ്യാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാ ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ആത്മാവിൻ്റെ സ്നേഹത്തോടെ നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തോട് കരുണ തോന്നണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ ഐശ്വര്യത്തിലേക്ക് നയിക്കാൻ നല്ല ഭരണാധികാരികളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ തെരഞ്ഞെടുപ്പുകളിൽ തിന്മയുടെ ശക്തികൾ പ്രബലമാകാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ നിയന്ത്രണത്തിലായിരിക്കണമേ എല്ലാം എന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ മഹത്വം ഭാരതത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓ, നല്ല ലീഡേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നല്ല നേതൃത്വത്തെ നൽകണമേ. ഞങ്ങളുടെ രാജ്യത്തെ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്ന നേതൃത്വത്തെ നൽകണമേ. ഈ ഇലക്ഷനിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകൃപ ഭാരതത്തിൽ ഒഴുകട്ടെ. ദൈവകൃപ ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. പത്രോസേ, നീ പാറയാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും. നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു സ്ഥാപിച്ച തിരുസഭയെ ദിവികാരുണ്യ നാഥന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. തിരുസഭ നിന്ദനവും പീഡനവും ഏൽക്കുമ്പോൾ യേശു തന്നെയാണ് വേദനിക്കുന്നത്.
പ്രതിസന്ധിയുടെ നാളുകളിലൂടെ തിരുസഭ ഈ കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ദിവികാരുണ്യ ഈശോയെ സഭയെ നയിക്കുന്നതിന് ആവശ്യമായ ജ്ഞാനവും അഭിഷേകവും അഭിവന്യ പിതാക്കന്മാരിലേക്ക് അവിടുന്ന് വർഷിക്കണമേ. വലതുകരം സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസിനെ സമർപ്പിക്കാം. ഈ കാലഘട്ടത്തിന് ആവശ്യമായ പുത്തൻ അഭിഷേകം പരിശുദ്ധ പിതാവിൽ നിറയുന്നതിന് വേണ്ടി ഈശോയെ പ്രാർത്ഥിക്കുന്നു. നാമായൊരു ചൈതന്യം പരിശുദ്ധ പിതാവിന് നൽകണമേ. ഈ കാലഘട്ടത്തിൽ സഭയെ നയിക്കുന്നതിന് ആവശ്യമായ അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവ് സഭയുടെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. അഭിവന്യ പിതാക്കന്മാരെ ബലപ്പെടുത്തണമേ. അഭിവന്യ പിതാക്കന്മാരെ ബലപ്പെടുത്തണമേ. വൈദികരെ ഉണർത്തണമേ. നാമായൊരു അഭിഷേകം വൈദികർക്ക് നൽകണമേ. സന്യസ്തരെ അഭിഷേകം ചെയ്യണമേ. പരിഹാരത്തിന് അരൂപി സഭയിലെ വ്യാപരിക്കട്ടെ. സമർപ്പിതർ ഉണരട്ടെ. ദൈവജനം ഉണരട്ടെ. പുതിയ ദൈവവിളികൾ ഉണ്ടാകട്ടെ. സഭയിലെങ്ങും പരിശുദ്ധാത്മാവിന്റെ പുതിയ വസന്തം പൊട്ടിപ്പുറപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ബലിപീഠത്തിൽ കൂടുചമയ്ക്കും പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ. കൂടുതകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ ദിവ്യ നിണത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. അമ്മയായ സഭയെ സ്നേഹിക്കാം. വിശ്വാസികളാം നാം എല്ലാവരും നമുക്ക് വേണ്ടി ജീവിക്കാതെ നമ്മൾക്കായി ജീവൻ തന്ന ഈശോയ്ക്കായി ജീവിച്ചിടാം. കർത്താവിൻ്റെ തിരുസഭയാകും നൗക തുഴഞ്ഞ് മറുകരയെത്താം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്കൊരു നിമിഷം നന്ദിയോടെ ഓർക്കാം. കഴിഞ്ഞ മണിക്കൂറുകളിൽ ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മളെ ബലപ്പെടുത്തി, സൗഖ്യപ്പെടുത്തി. അവിടുത്തെ ആത്മാവിൻ്റെ സമൃദ്ധി നമുക്ക് നൽകി. അവിടുന്ന് നമ്മുടെ ആത്മീയതയെ തൊട്ടുണർത്തി. പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അവിടുന്ന് നൽകി. അവിടുന്ന് നമുക്ക് ശരീരത്തിലും ആത്മാവിലും മനസ്സിലും സൗഖ്യം നൽകി. ദൈവമേ, ഈ രാത്രിയിൽ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ അവിടുന്ന് എന്നോട് സംസാരിച്ചതിന് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. എന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. നമുക്കെല്ലാം നന്ദിയും സ്തുതിയായി ഒരിക്കൽ കൂടി കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ശാലോം മിനിസ്ട്രിയെ ദിവികാരുണ്യനാഥന്റെ മുമ്പിൽ സമർപ്പിക്കാം. ഈ കുഗ്രാമത്തിൽ നിന്ന് 25 വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട് ഇന്ന് ലോകത്തിലെ നിരവധി രാജ്യങ്ങളിൽ സഭയ്ക്ക് പ്രത്യാശയും ഉണർവും നൽകത്തക്ക രീതിയിൽ ദൈവം അതിനെ വളർത്തി. കർത്താവേ, ഈ ശുശ്രൂഷയെ കൂടുതൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ രാജ്യങ്ങളിലുള്ള ശുശ്രൂഷകരെ കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശാലോമിൻ്റെ എല്ലാ മിനിസ്ട്രികളിലും ഈ നാളുകളിൽ ഒരു പുതിയ ഉണർവുണ്ടാകുന്നതിന് വേണ്ടി ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. സഭയ്ക്ക് അനുഗ്രഹമായി ശാലോമിനെ ബലപ്പെടുത്തണമേ. എല്ലാ മാധ്യമ ശുശ്രൂഷകളെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ശാലോം ടിവിയെ ഓർക്കാം. ശാലോം വേൾഡ് ഇംഗ്ലീഷ് ചാനലിൽ നമുക്ക് ഓർക്കാം. ശാലോം ടൈഡിങ്സിനെ ഓർക്കാം. ശാലോം ടൈംസ് മാസികയെ, ജർമ്മൻ എഡിഷനെ, തമിഴ് എഡിഷനെ, സ്പാനിഷ് എഡിഷനെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സൺഡേ ശാലോമിന്റെ എല്ലാ എഡിഷനുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ലോകമെങ്ങുമുള്ള ഓഫീസുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ രാത്രിയിൽ ഒരിക്കൽ കൂടി ശലോമിനെ അനുഗ്രഹിക്കണമേ. ലോകത്തിന് അനുഗ്രഹമാകാൻ തക്ക വിധത്തിൽ പുതിയ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ ഞങ്ങളിൽ. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ ഞങ്ങളിൽ. നിശബ്ദതയിൽ ഈശോയെ നോക്കി ഹൃദയം കൊണ്ട് നമുക്ക് നന്ദി പറയാം. ഈശോയെ, കർത്താവെ, ഒരിക്കൽ കൂടി ഞങ്ങളെ ആശീർവദിച്ച് പറഞ്ഞു വിടണമേ. നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ശിരസ് കുരിച്ച് പ്രാർത്ഥിക്കാം. ആദരവോടെ മുട്ടുമേൽ നിൽക്കാം. കർത്താവ് ആശീർവദിക്കാൻ പോകുന്നു. നമ്മുടെയും കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഈശോ ആശീർവദിക്കും. വലിയ ആദരവോടെ അവിടുത്തെ മുമ്പിലായിരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, യേശുവേ യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യുഗങ്ങൾ തന്നുടെ രാജാവേ നീ രാജ്യം വരേണമേ, യൂദായുടെ സിംഹമേ നീ ഭരണം വരേണമേ. യുഗങ്ങൾ തന്നുടെ രാജാവേ നിൻ രാജ്യം വരേണമേ, യൂദായുടെ സിംഹമേ നിൻ ഭരണം വരേണമേ. ദാവീദിന്റെ വേരായോനെ നീണാൽ വാഴണമേ, പ്രഭാത താരകമായവനെ നീ ഉദയം ചെയ്യണമേ. ദാവീദിന്റെ വേരായോനെ നീണാൾ വാഴണമേ, പ്രഭാത താരകമായവനെ നീ ഉദയം ചെയ്യണമേ. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്ക്, അന്നും ഇന്നും എന്നേക്കും നീ കർത്താവാം ദൈവം. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്ക്, അന്നും ഇന്നും എന്നേക്കും നീ കർത്താവാം ദൈവം.